നമസ്കാരം ഫിറോസ്. ഞാനേ ഇപ്പോഴത്തെ രേണു സുധിയുടെ രോഗവിവരം പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. സുധിയുടെ മരണശേഷം ആ കുടുംബത്തിന് വീട് വച്ച് നൽകിയ ഫിറോസ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം രേണുവിന്റെ രോഗവിവരം പങ്കുവച്ചത്. രേണുസുധി ഇപ്പോൾ ഒരു പോരാട്ടത്തിലാണെന്നും അതിൽ അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫിറോസിന്റെ പോസ്റ്റ്. രേണു കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്കായി പോവുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: സുഹൃത്തുക്കളെ, രേണു ഇന്ന് വലിയ പോരാട്ടത്തിന്റെ നടുവിലാണ്. അത്ര ചെറുതല്ലാത്ത രോഗത്തോട് അവർ ധൈര്യത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിന്റെ വേദനയും ഭയവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മനസ്സിലൊതുക്കി ചികിത്സയുമായി മുന്നോട്ടു പോയ ഒരാളാണ് അവർ. ഇന്ന് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് എല്ലാവരോടും ചെറിയ ഒരു അഭ്യർത്ഥനയുണ്ട്. ദയവായി നെഗറ്റീവ് കമന്റുകളും പരിഹാസങ്ങളും ഒഴിവാക്കുക. ജീവിതം നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവർക്ക് സന്തോഷം നൽകുന്ന റീലുകളും വീഡിയോകളും അവർ ചെയ്യട്ടെ. അവരുടെ ആ കുഞ്ഞു സന്തോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ. അവരുടെ ചില പ്രതികരണങ്ങൾ മൂലം ജീവിതത്തിൽ ഞാനടക്കം പലരും ഇതിനോടകം തന്നെ ഒരുപാട് വേദനകളും നഷ്ടങ്ങളും നേരിട്ടിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വച്ച് പ്രതികാരം ചെയ്യാനോ അവരുടെ അസുഖ വിവരം അറിഞ്ഞ് സന്തോഷിക്കാനോ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ഭൂമിയോട് വിട പറയേണ്ടവരാണ്. അവർക്ക് സഹതാപം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. ഇഷ്ടമല്ലെങ്കിൽ അവരുടെ വീഡിയോകൾ അവഗണിക്കാം, പക്ഷേ ദയവായി വേദനിപ്പിക്കരുത്. കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തൂ. ചിലപ്പോൾ ഒരു നല്ല വാക്കും ഒരു പ്രാർത്ഥനയും മരുന്നിനേക്കാൾ ഫലം ചെയ്യും. ഇങ്ങനെയാണ് ഫിറോസിന്റെ വാക്കുകൾ. രേണുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് എത്തുന്നത്.